ഗാന്ധി ഭവന്റെ 23ാമത് ശാഖ മുതുകുളം ചൂളത്തെരുവിൽ പ്രവർത്തനം ആരംഭിച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന് ആകെ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് ഗാന്ധി ഭവൻ കാഴ്ചവെക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പത്തനാപുരം ഗാന്ധി ഭവന്റെ 23ാമത് ശാഖ മുതുകുളം ചൂളത്തെരുവിൽ പ്രവർത്തനം ആരംഭിച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെയാണ് സ്വർഗം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ ആലംബഹീനരായ ആരോരുമില്ലാത്ത പാവങ്ങൾക്ക് അഭയം നൽകുന്ന ഒരു കേന്ദ്രമാണ് ഗാന്ധി ഭവൻ. ഇത് എത്രാമത്തെ 23ാമത്തെ കേന്ദ്രമാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഗാന്ധി ഭവന്റെ പ്രത്യേകത ഏറ്റവും പാവപ്പെട്ട ആളുകൾ, ആരോരുമില്ലാത്ത ആളുകൾ, അഭയം നൽകാൻ ആരുമില്ലാത്തവർ, അവരെ എല്ലാം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരുണ്യ സേവന രംഗത്ത് ഇന്ത്യയിൽ തന്നെ പ്രഥമ സ്ഥാപനമായി നിലകൊള്ളുകയാണ്. വളരെ ത്യാഗബുദ്ധിയോട് പ്രവർത്തിക്കുന്ന സേവന പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ. പ്രയാസപ്പെടുന്ന ആരും നമ്മുടെ തെരുവിൽ അലയരുത്. അത് കുഞ്ഞുങ്ങളായാലും വയോജനങ്ങളായാലും മാനസിക പ്രശ്നമുള്ളവരായാലും ഭിന്നശേഷിയുള്ളവരായാലും ക്യാൻസർ രോഗികൾ, HIV ബാധിതർ, പാലിയേറ്റീവ് സേവനത്തിന് വിധേയമായവർ, ലഹരിക്ക് അടിമപ്പെട്ടവർ, അങ്ങനെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളെ പരിപാലിക്കുന്ന സെൻറ്ററുകൾ 23ാമത്തെ സെൻറ്റർ ഇവിടെ സമാരംഭിക്കുകയാണ്. ഗാന്ധി ഭവനെ ഏറ്റവും മാതൃകാപരമായ ശുശ്രൂഷ നടത്തുന്ന സ്ഥാപനമാണ്. ആയിരക്കണക്കിന് ആളുകളെയാണ് സംരക്ഷിക്കുന്നത്. ചെങ്ങന്നൂരിലൊരു ഗാന്ധി ഭവൻ സെൻറ്ററുണ്ട്, പക്ഷേ അവിടെ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ടാണ് മുതുകുളത്തേക്ക് മാറ്റിയത്. തീർച്ചയായിട്ടും ഗാന്ധി ഭവന്റെ സേവനങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുടെ മുമ്പിൽ ഏറ്റവും വലിയ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭവനമാണ് ഗാന്ധി ഭവൻ. കേരളത്തിനാകെ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് ഗാന്ധി ഭവൻ മുന്നോട്ട് വെക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അഗതി സംരക്ഷണത്തിനപ്പുറം നിരവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ഗാന്ധി ഭവൻ നടത്തി വരുന്നുണ്ട്. ഇത് വലിയൊരു മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. തൂഫാൻ ഫ്ളാഗ് നൽകിയാണ് മന്ത്രിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. തുടർന്ന് തൂഫാൻ സെന്ററായി ഗാന്ധി ഭവനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. മുൻ CBI ഉദ്യോഗസ്ഥനായിരുന്ന സുരേന്ദ്രൻ N. സതി സുരേന്ദ്രൻ ദമ്പതികൾ ദാനമായി നൽകിയ 44 സെന്റ് സ്ഥലവും വീടും ഒപ്പം ഗാന്ധി ഭവൻ നിർമ്മിച്ച കെട്ടിടത്തിലും കൊച്ചുവീട്ടിൽ സുകുമാരൻ നായരുടെ സ്മരണാർത്ഥം മകൻ മധുകുമാർ നിർമ്മിച്ച് നൽകിയ പ്രാർത്ഥനാ ഹാളിലുമാണ് മുതുകുളം ഗാന്ധി ഭവന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഡോക്ടർ പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെങ്ങന്നൂർ MLA സജി ചെറിയാൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS തഹ, മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുനിൽ, വൈസ് പ്രസിഡന്റ് ബൈജു GS, ജില്ലാ പഞ്ചായത്ത് അംഗം ബബിത ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ സൂര്യമംഗലം, ഗ്രാമപഞ്ചായത്ത് അംഗം D. സുജാത, ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ MR. രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2026-2027 വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഗാന്ധി ഭവന്റെ ജൂബിലി മന്ദിരം പുനലൂർ സോമരാജൻ നാമകരണം ചെയ്തു. മുതുകുളം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആദരവ് നൽകി. പാണ്ടനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംരക്ഷിച്ചു വന്നിരുന്ന 10 വയോധികരെ ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. മഹാദേവി കാർഡുള്ള ആരും സംരക്ഷിക്കാൻ ഇല്ലാതെ കഴിഞ്ഞിരുന്ന പൊടിയൻ എന്ന വയോധികനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഗാന്ധി ഭവനിലേക്ക് ആദ്യ അംഗമായി പ്രവേശിപ്പിച്ചു. ഗാന്ധി ഭവൻ ഡയറക്ടർ മുഹമ്മദ് ഷമീർ സ്വാഗതവും N. സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.